മൂവിയാണ് മദ്രാസി. ശിവകാർത്തികേയൻ, രുക്മിണി വസന്ത്, അതുപോലെ തന്നെ വിദ്യുത് ജമാൽ എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രത്തിൽ അഭിനയിക്കുന്നത്. ഇന്നലെയാണ് സിനിമ റിലീസായത്. ബിജു മേനോനും ഒരു വലിയ റോൾ തന്നെ ഈ ഒരു സിനിമയിൽ വരുന്നുണ്ട്. ഒരു NIA ഓപ്പറേഷൻ, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു NIA ഓപ്പറേഷനാണ് ഈ ഒരു സിനിമയിൽ ആദ്യം കാണിക്കുന്നത്. അതിനെ ബേസ് ചെയ്താണ് എൻ്റെ സ്ക്രിപ്റ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു സീരിയസ് സംഭവം കാണിച്ചിട്ട് പിന്നെ അങ്ങോട്ട് ആ ഒരു ശിവകാർത്തികേയൻ്റെ എൻട്രിയും ഒരു സോങ്ങും പിന്നെ ആ ഒരു ശിവകാർത്തികേയൻ്റെ റൊമാൻറ്റിക് ട്രാക്കും ഒക്കെ ആയിട്ടാണ് സിനിമ പോകുന്നത്. സിനിമ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നവും അത് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു റൊമാൻറ്റിക് ട്രാക്ക് സിനിമയിൽ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ പോലും അത് ഇടയ്ക്ക് ഒരു NIA ഓപ്പറേഷൻ്റെ ഇടയ്ക്കൊക്കെ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും പലയിടങ്ങളിലും ആ ഒരു ലോജിക്കിൻ്റെയും ആ ഒരു ക്ലീഷയായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. അത് സിനിമ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. സിനിമയുടെ പോസിറ്റീവിലേക്ക് വരികയാണെങ്കിൽ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള വില്ലൻസിൻ്റെ നമ്മൾ ലിസ്റ്റ് എടുത്താൽ തന്നെ ഈ ഒരു തമിഴിലൊക്കെ തുപ്പാക്കിക്കകത്ത് വന്ന വിദ്യുത് ജമാൽ, അദ്ദേഹം പിന്നെയും മുരുകദോസിൻ്റെ ഒരു മൂവിയുടെ ഭാഗമാവുന്നു. അത് സിനിമയ്ക്ക് ഒരു ചെറിയ ഹൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്, ആ ഒരു സ്റ്റൈലിഷ് വില്ലനായിട്ടുള്ള പെർഫോമൻസും ആക്ഷൻ സീക്വൻസസിലെ പെർഫോമൻസും ഒക്കെ എടുത്തു പറയേണ്ട ഒന്നാണ്. അത് സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു ശിവകാർത്തികേയൻ്റെ പെർഫോമൻസ്, കുറേ മെൻ്റൽ സ്ട്രഗിൾസ് ഒക്കെ പോകുന്നൊരു ക്യാരക്ടറാണ്. സോ ആ ഒരു ക്യാരക്ടർ അത്യാവശ്യം നല്ല രീതിയിലാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. എടുത്തു പറയേണ്ട അദ്ദേഹത്തിൻ്റെ ആക്ഷൻ സീക്വൻസിലെ പെർഫോമൻസാണ്. വിശാൽ, സൂര്യ, വിജയ്, ഒത്തിരി ഫൈറ്റ്സ് നല്ലപോലെ ചെയ്യുന്ന ആക്ടേഴ്സ് ഉണ്ട് തമിഴിൽ. പക്ഷേ ഇദ്ദേഹം ഒരു ലേറ്റസ്റ്റ് എൻട്രിയാണ്. കാരണം അത്രയും ഗംഭീരമായിട്ടാണ് ആ ആക്ഷൻ സീക്വൻസ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു എഫേർട്ട് നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു എൻ്റയർ മൂവി എടുത്ത് നോക്കിയാൽ. സോ അത് സിനിമയുടെ ഒരു പ്രധാന പോസിറ്റീവാണ്. പിന്നെ പറയുകയാണെങ്കിൽ ബിജു മേനോൻ്റെ പെർഫോമൻസ് ആണെങ്കിലും ശിവകാർത്തികേയനാണെങ്കിലും വിദ്യുത് ജമാലാണെങ്കിലും കിട്ടിയ റോളെല്ലാവരും നല്ലപോലെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ സിനിമയിൽ വരുന്ന ലോജിക്കിൻ്റെ ഇഷ്യൂവും ഈ ഒരു NIA ഓപ്പറേഷൻസ് ഒക്കെ ചിലയിടങ്ങളിൽ വരുമ്പോഴത്തേക്കും ലോജിക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട്. അത് സിനിമയുടെ ഒരു പ്രധാന പ്രശ്നമാണ്. അതല്ലാതെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സിനിമ വേണമെങ്കിൽ ഒരു പ്രാവശ്യം കണ്ട് മറക്കാം. അതല്ലാതെ നോക്കുകയാണെങ്കിൽ കാര്യമായ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. സോ ഈ സിനിമ ഡയറക്റ്റ് ചെയ്തത് AR മുരുകദോസാണ്. അദ്ദേഹത്തിൻ്റെ റീസെൻ്റ് ആയിട്ട് വന്ന മൂവീസ്, റീസെൻ്റ് അല്ല, ആ ഒരു കത്തിക്ക് ശേഷം വന്ന മൂവീസ് ശ്രദ്ധിച്ചാൽ ഒരു സൊണാക്ഷി സിൻഹയുടെ അക്കീറ ഹിന്ദിയിൽ പോയി ചെയ്തത്, അതുപോലെ തന്നെ സൽമാൻ ഖാൻ്റെ സിക്കന്ദർ, വിജയുടെ സർക്കാർ, മഹേഷ് ബാബുവിൻ്റെ സ്പൈഡർ, രജനീകാന്തിൻ്റെ ദർബാർ, ഇതൊന്നും തന്നെ കൂടുതലും ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്തില്ല എന്ന് മാത്രമല്ല അത്യാവശ്യം നല്ല ഡിസാസ്റ്റർസ് റിവ്യൂസ് വന്ന മൂവി കൂടിയാണ്. സോ അദ്ദേഹം പിന്നെ ചെയ്യുന്നൊരു മൂവിയാണ്. ഈ ഒരു സിനിമയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ബെറ്റർ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ വന്ന മൂവീസും ആ ഒരു ശിവകാർത്തികേയൻ്റെ ഒരു നല്ല മൂവി എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണ്. കാരണം അങ്ങനെയാണ്, ഒരു ഹാഫ് ബേക്ക്ഡ് രീതിയിലാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അതുതന്നെയാണ് സിനിമയുടെ പ്രധാന പ്രശ്നം. വേണമെങ്കിൽ ഒരു പ്രാവശ്യം കണ്ടു മറക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. സോ ഇങ്ങനെയുള്ള ശിവകാർത്തികേയൻ്റെ മൂവീസ്, വൺ ടൈം വാച്ചബിൾ മൂവീസൊക്കെ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ കണ്ടു നോക്കാവുന്ന ഒരു മൂവിയാണിത്. അതുപോലെ തന്നെ ഈ സിനിമയ്ക്ക് നല്ല നീളമുണ്ട്. അത് സിനിമയുടെ ഒരു പ്രധാന പ്രശ്നമായിട്ട് തന്നെയാണ് തോന്നിയത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു റൊമാൻറ്റിക് ട്രാക്കും ശിവകാർത്തികേയൻ്റെ സെയിം സംഭവങ്ങളും കാണുമ്പോൾ ചെറിയ മടുപ്പൊക്കെ തോന്നുന്നുണ്ട്. അതുപോലെ ഒരു തമിഴ് സിനിമയിൽ ഒഴിവാക്കാൻ പറ്റാത്ത കുറേ ഘടകങ്ങളാണ് ഈ ഒരു റൊമാൻറ്റിക് ട്രാക്കും നായകൻ്റെ ഡാൻസ് സംഭവങ്ങളൊക്കെ. അത് സിനിമയുടെ മൊമെൻറ്റം നശിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്നതാണ് സിനിമയുടെ പ്രധാന പ്രശ്നം. സോ താല്പര്യമുള്ളവർ കണ്ടു നോക്കാം. ഇതിപ്പോൾ തിയേറ്റേഴ്സിൽ റിലീസായ മൂവിയാണ്.